അതിനുശേഷം കുറച്ചു നേരത്തെ സൂചിപ്പിച്ചതോട് പറയാണ് ഫമിൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസും. ആരെങ്കിലും ആ മാസത്തിന് സാക്ഷിയാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? ഫല്യസും നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാൻ, ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പദം, നമ്മളിത് നമ്മുടെ ഓൺലൈൻ കോഴ്സിലേക്ക് സ്ഥിരം പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പദം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. നമുക്കറിയാം സൂറത്തുൽ ഹശ്ർ നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. 2 തവണയാണ് അവിടെ തഖ്വയെ പടച്ചു നടത്തുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ അടുത്തടുത്ത ആയത്തിൽ ഒരേ പദങ്ങൾ പടച്ചു ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പം സൂറത്തു മറിയമിൽ നമ്മൾ പറയാറുണ്ട്, സൂറത്തു മറിയമിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ അബത്തി യാ അബത്തി യാ അബത്തി യാ അബത്തി ഇങ്ങനെ ഓരോ ആയത്തിലും 4 തവണ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ആയത്തിൽ ആ വിളിയെ പടച്ചോണം ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്നു നമുക്ക്. അപ്പൊ അത് ആ പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള വലിയൊരു പാഠമാണ് അവിടെ നൽകുന്നത്. അതാണ് അതിന്റെ ആവർത്തനത്തിന്റെ അവിടെ നൽകുന്ന പ്രാധാന്യം. സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ആയത്തിലേക്ക് വരും, ഇതേ ഒരു ആവർത്തനത്തിന്റെ ഒരു സംഗതി അവിടെയും വരുന്നുണ്ട്. അപ്പോ പിന്നെ മീൻസ് 186 ആയത്തിൽ ഇവിടെ പടച്ചോൻ 2ാമത്തെ തവണയാണ് ഷഹർ എന്നെന്ത് ചെയ്യുന്നത്? ആവർത്തിക്കുന്നത്. സാധാരണ ഇപ്പൊ ആലോചിക്കുക, ഷഹർ റമദാൻ മാസം എന്നാൽ ഇന്ന സംഗതികളാണ്. അതുകൊണ്ട് ആരെങ്കിലും ആ മാസത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അപ്പോൾ ഫമൻ ഷഹിദ മിൻകും മൂഹ്, അതായത് അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്കെയാണ്. അത് എവിടേക്കാണ് പോവാം? റമദാൻ മാസത്തിലേക്കാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ആ പദത്തെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാണ്. ഏത് മാസം? അശ്ശഹർ. ആ മാസം ഉണ്ടല്ലോ, ഏതാണ് ആ മാസം? ആ പ്രത്യേകമായിട്ടുള്ള റമദാൻ മാസം. അപ്പോ അങ്ങനെ ഒരു ഊന്നൽ എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു രീതിയാണ്. അതിന്റെ ആവർത്തനം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അപ്പൊ ഫമൻ ഷഹീദ മിൻകും മൂഹ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്നാണ്. പക്ഷെ മിൻകുമു അശ്ശഹറ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ഒരു അട്രാക്ഷൻ, നമ്മുടെ ഒരു ശ്രദ്ധ ആ മാസത്തിലേക്ക് എന്ത് ചെയ്യാണ്? പടച്ചോൻ ക്ഷണിക്കാം. എന്നിട്ട് അള്ളാഹ് പറയണം വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖറ. ആരെങ്കിലും രോഗിയാണെങ്കിൽ, നമ്മൾ നേരത്തെ കേട്ട അതേ സംഗതി, അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? അത് നോറ്റ് വീട്ടട്ടെ. അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നൊരു ഓപ്ഷൻ പടച്ചോൻ പറയുന്നില്ല. ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ റമദാനുമായി ബന്ധപ്പെട്ട് പടച്ചോൻ പറയുന്നത്. അപ്പൊ നേരത്തെ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, മുമ്പ് സൂചിപ്പിച്ച 184 ആയത്തിൽ ഇത് മുമ്പുണ്ടായ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് പിൽക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോമ്പ് എടുത്തിട്ടില്ലെങ്കിൽ അത് നോറ്റ് വീട്ടുക തന്നെ വേണം. നമ്മളെ ബാക്കി മുദ്ദും അല്ലെങ്കിൽ മറ്റു ഫിദികളൊക്കെ കൊടുത്താലും ശരി. അതാണ് പണ്ഡിതാഭിപ്രായം, ഭൂരിഭാഗമായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നേരത്തെ അപേക്ഷിച്ച്, നേരത്തെ തൊട്ടുമ്പത്തെ ആയത്തിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ തൊട്ട് മുമ്പുണ്ടായൊക്കെ തലമുറകൾക്കുണ്ടായ അളവുകൾ അപേക്ഷിച്ച് ഒരു അളവ് കുറഞ്ഞു. പക്ഷെ അതിനുശേഷം പടച്ചോൻ പറയുന്നത് നോക്കാം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, എളുപ്പം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കുക, നേരത്തെ ആളുകൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നേരത്തെ കണ്ടല്ലോ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കിൻ. ഇനി ഒരാൾക്ക് അങ്ങനെ നോറ്റ് വിട്ടാൽ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഫിദി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അഗതികൾക്ക് അന്നം കൊടുക്കട്ടെ. പക്ഷെ ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഇത് വലിയ പ്രയാസമല്ലേ? പണ്ടത്തെക്കാൾ അപേക്ഷിച്ച് എളുപ്പമല്ലല്ലോ, പ്രയാസമാണല്ലോ. പക്ഷെ അള്ളാഹ് പറയും എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പം പണ്ടത്തെ അപേക്ഷിച്ചത് പ്രയാസമായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടി ഫ്രെയിം വലുതാക്കി ആലോചിച്ച് നോക്കാം. മറ്റ് ഇതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തെ ട്രെയിനിങ് എന്നൊക്കെ നമ്മുടെ സത്യവിശ്വാസികളുടെ ഒരു മാസത്തെ നോമ്പ് പറഞ്ഞാൽ അവർക്കൊന്ന് ചിന്തിക്കാവുന്നതിലപ്പുറം. ഒരു മാസം ഭക്ഷണം കഴിക്കാതെ, അന്നം കുടിക്കാതെ, അന്നപാനീയം നടത്താതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുക. പ്രത്യേകിച്ച് ചില കാലങ്ങളിലൊക്കെ ചുട്ടുപൊള്ളുന്ന സമയത്ത് സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ ആയിരിക്കും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. പക്ഷെ പടച്ചോൻ പറയാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വലിയൊരു പ്രയാസം, എളുപ്പം ചെയ്തിട്ടുണ്ട് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ നിങ്ങൾ മനസ്സിലാക്കി, ഈ ആയത്തിന്റെ ഏറ്റവും കോറായിട്ട്, അതിന്റെ മർമ്മമായിട്ട്, അതിന്റെ ന്യൂക്ലിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിന്നെ ഈ ഒരു പദം, ഈ ഒരു പരാമർശം നടത്തുന്നത്. മാത്രമല്ല ഇത് നമ്മൾ സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഒരു ഭംഗി. സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യുരീദുല്ലാഹു ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അൽ യുസ്ർ എളുപ്പം ഉദ്ദേശിക്കുന്നു എന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഇവിടെ യുരീദുല്ലാഹു ലക്കുമുൽ യുസ്ർ അല്ല, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റാണ്. അതായത് നിങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? എളുപ്പം ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ കൊണ്ട് പടച്ചോൻ എന്ത് ചെയ്യുന്നില്ല? പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിലുള്ള ഒരു പദപ്രയോഗം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സാധനമാണ്. പടച്ചോൻ നമുക്ക് എളുപ്പം ഉണ്ടാക്കി തരുന്നു എന്നല്ല ആക്ച്വലി പറയുന്നത്. അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പ്രശ്നമില്ല.
പക്ഷെ കുറച്ചും കൂടി നമ്മൾ അതിന്റെ വാക്കർത്ഥത്തിലേക്ക് തന്നെ പോയത്. പടച്ചോൻ നമ്മളെ കൊണ്ട് എളുപ്പം ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, അതാണ് റമദാനിന്റെ ഏറ്റവും വലിയ മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാസത്തിലൂടെ ഒരു സത്യവിശ്വാസി ഈ റമദാനിലൂടെ ഇങ്ങനെ കടന്നു പോയാൽ, ഖുർആനിലൂടെ കടന്നു പോയാൽ, ഖുർആനിക ജീവിതത്തിന്റെ ആളായിട്ട് അവൻ ആ മാസം കഴിഞ്ഞിട്ട് മാറി തീർന്നാൽ പിന്നെ അതിന്റെ ഏറ്റവും വലിയ എളുപ്പം അനുഭവിക്കുക ആ സമൂഹമാണ്. അതേസമയം അവൻ അങ്ങനെ അല്ലാതെയാണ് തീരുന്നതെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റമദാൻ കഴിഞ്ഞിട്ട് ഒരാൾ അതിൽ നിന്ന് പിന്നെ സ്വർഗപ്രവേശനം നടന്നിട്ടില്ലെങ്കിൽ ക്ഷമിച്ചുപോട്ടെ, പ്രാർത്ഥിച്ച സംഗതിയാണ്. അപ്പൊ അങ്ങനെയല്ല നമ്മളാവുന്നതെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് സ്വാഭാവികമായിട്ട് സൊസൈറ്റിക്ക് റമദാൻ വന്നിട്ട് ഇയാൾ മാറിയിട്ടില്ല, പിന്നെ നമ്മളെ കൊണ്ട് സ്വാഭാവികമായിട്ട് ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിന്, അയൽപ്പക്കക്കാർക്ക്, നമ്മളെ കൂടെ വസിക്കുന്ന ആളുകൾക്ക് പ്രയാസമാണ് ഉണ്ടാവുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട ഇത് നമ്മളോടുള്ള പടച്ചിന് ഓർമ്മപ്പെടുത്തലാണ്. ഒരു തരത്തിൽ നമുക്ക് നമ്മൾ നേരത്തെ പറയുന്ന പോലെ പിന്നെ നോക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണെങ്കിലും അള്ളാഹു ഒരുപാട് എളുപ്പങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എളുപ്പം പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മളെ കൊണ്ട് ഈ ഒരു മാസത്തെ വളരെ കഠിനമായിട്ടുള്ള ഈ പരിശീലനത്തിലൂടെ, ട്രെയിനിങ്ങിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് എളുപ്പം ഉണ്ടാവണം, അല്ലെ? ഇപ്പൊ ഒരു മാസം ഭയങ്കര സംസാരത്തില് സൂക്ഷ്മത, സാമ്പത്തികത്തില് സൂക്ഷ്മത, തൊട്ടടുത്ത ദിവസം മുതൽ എന്താ കഴിഞ്ഞ മാസമൊക്കെ ഇവന് എങ്ങനെയായിരുന്നു, ഇപ്പൊ എന്താ ഇങ്ങനെ എന്ന ആളുകൾ പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. റമദാൻ അനന്തരവും നമ്മളെക്കുറിച്ച്, നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മിൽ നിന്ന് എളുപ്പമാണ് അനുഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പിന്നെ നേതൃത്വത്തിലേക്ക്, ഗവർണർമാരായിട്ടൊക്കെ പല നാടുകളിലേക്ക് വിടുമ്പോൾ പറഞ്ഞത് എന്താ, യസ്സിറു വലാ തുഅസ്സിറു. അല്ലെ ചോദിക്കാം, അതായത് നിന്നിലാണ്, നീ എന്ന നേതാവിനാൽ, നീ എന്ന വിശ്വാസിയാൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് യസ്സിറു, അവർക്ക് എളുപ്പമാണ് പ്രദാനം ചെയ്യേണ്ടത്. വലാ തുഅസ്സിറു, അവർക്ക് നീ പ്രയാസം ഉണ്ടാക്കരുത്. അതായത് നിന്റെ തീരുമാനം കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്, നിന്റെ ഇടപഴകലുകൾ എന്തുണ്ടാവരുത്, അവർക്ക് പ്രയാസം ഉണ്ടാവരുത്. പ്രിയപ്പെട്ടത്, ഇത് നോമ്പിന്റെ മർമ്മ ന്യൂക്ലിയസ് ആണ്. ഖുർആനിലൂടെ സഞ്ചരിച്ച ഒരാൾ റമദാനാനന്തരം അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് യുരീദുല്ലാഹു ബിക്കും, നിങ്ങളെ കൊണ്ട്, അതായത് നമ്മളെ കൊണ്ട് എന്തുണ്ടാവണം, എളുപ്പം അനുഭവിക്കാൻ കഴിയണം. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നമ്മളെ കൊണ്ട് പ്രയാസം അനുഭവിക്കാൻ കഴിയരുത്. മാത്രമല്ല ഇവിടെ നിന്ന് അള്ളാഹുവിന്റെ ഒരു രീതി ആലോചിക്കുക. അള്ളാഹു എളുപ്പം എന്ന് പറയുമ്പോൾ പടച്ചവന്റെ പേര് പ്രത്യേകം പടച്ചു കൂട്ടിച്ചേർക്കാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അതേസമയം പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ വലാ യുരീദുല്ലാഹു എന്ന് പറഞ്ഞില്ല, വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. പത്രത്തോളം പടച്ചവൻ തന്നെ പോസിറ്റിവിറ്റിയെ, നന്മയെ, അല്ലെ, പടച്ചവൻ നമുക്ക് ഊർജം നൽകാം. പിന്നെ അതാ പറയുന്നത്, എന്തുകൊണ്ടാണ് വലാ യുരീദുല്ലാഹു ഉസ്റിനെ കൂടെ പടച്ചവൻ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹിന്റെ പരാമർശം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തുകൊണ്ടായിരിക്കും ചില പദങ്ങൾ പടച്ചവൻ ആവർത്തിക്കുന്നത്, ചില പദങ്ങൾ പടച്ചവൻ ആവർത്തിക്കാത്തത്, ചില സ്ഥലത്ത് അള്ളാന്റെ പേര് വെക്കുന്നത്, ചില സ്ഥലത്ത് അള്ളാന്റെ പേര് വെക്കാത്തത് എന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ആയത്തിന്റെ അവസാനത്തിലേക്ക് പോകണം, കാമണിക്കൂറും കൂടിയേ ഉള്ളൂ. എന്നിട്ട് പടച്ചവൻ പറയണം വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണം പൂർത്തിയാക്കുക. അതായത് 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. അപ്പൊ ഇപ്പൊ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, പിന്നെ എന്തിനാ 29 30 ദിവസം തന്നെ, 10 ദിവസം ഒരാളെ തുടർച്ചയായിട്ട് നോമ്പെടുത്താൽ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. അല്ലാഹു നിശ്ചയിച്ച കണക്ക് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പിന്നെ പടച്ചോൻ പറഞ്ഞല്ലോ, പിന്നെ മിൻ അയ്യാമിൻ ഉഖർ, അവരെന്ത് ചെയ്യട്ടെ, നോമ്പ് നോറ്റി വിട്ടിട്ട് എന്ന് പടച്ചോൻ പറയാൻ കാരണം ആ കാലയളവ് കൃത്യമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. 29 അല്ലെങ്കിൽ 30 എന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ്. മാത്രല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഗംഭീരമായിട്ടുള്ള മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. പിന്നെ അയാൾക്ക് അതിനുശേഷമുള്ള ആലോചിക്കുക, റമദാനാനന്തരം ഒരാൾക്ക് കുറച്ച് സമയം ഭക്ഷണം കിട്ടുന്നില്ല, ഇതൊക്കെ എന്നൊക്കെ അയാൾ പറയാ സ്വാഭാവികം. കാരണം റമദാൻ ഒരു മാസം ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ റമദാനാനന്തരം അല്ലെങ്കിൽ റമദാനിന് ശേഷം ഒരാളോട് വല്ലാതെ അധിക്ഷേപിച്ചിട്ട് മോശമായിട്ട് ഒരാൾ സംസാരിക്കാം, ഇയാൾ വളരെ കൂളായിട്ട് ക്ഷമിച്ചിരിക്കാം. കാരണം എന്താ, റമദാനിൽ ഒരു മാസം ഈ നാവിനൊക്കെ ഞാൻ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് അത്തരം മോശമായിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കണ്ട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വലിതുക്മിലുൽ ഇദ്ദ. ആ ട്രെയിനിങ് ഒരാളെ പൂർത്തിയാക്കുന്നതിലൂടെ കുറച്ച് ടഫാണ്, കുറച്ച് പ്രയാസമാണ്, കുറച്ച് റിസ്ക് ആണ്. പക്ഷെ നമ്മളാലോചിച്ച് നോക്കിയാൽ, ഒരാളെ വലിയ പൊസിഷനിലേക്ക് ഒരു കമ്പനി, ഒരു സ്ഥാപനം അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത്രയും കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ അയാൾ കടത്തിവിടും. അപ്പോഴാണ് അയാൾ ആ പൊസിഷൻ അർഹനാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഉദ്ദേശിക്കുന്നത് അത്തരം വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടുകാരിൽ. ഇപ്പൊ വലിതുക്മിലുൽ ഇദ്ദ, നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം.
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, സമയത്തിന്റെ കാര്യത്തിൽ, സമയനിഷ്ഠയുടെ കാര്യത്തിൽ, ഉറക്കത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക സൂക്ഷ്മതയുടെ കാര്യത്തിൽ, സംസാരത്തിന്റെ കാര്യത്തിൽ, ബന്ധത്തിന്റെ കാര്യത്തിൽ, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ സംഗതികളിലും നമ്മൾ വലിയ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം എന്നുള്ളത് പടച്ചവന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ദിസ് ഈസ് ഇൻക്രെഡിബിൾ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ആയത്തിന്റെ ഷഹർ റമളാൻ, നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് ഈ ആയത്തിന്റെ ഷഹർ റമളാനിലാണ് തുടങ്ങിയത്. അതിന് അവസാനത്തേക്ക് പഠിച്ചു, അവിടെ തുടക്കത്തിൽ ഖുർആനും ഹുദൽ ലിന്നാസ് ഒക്കെ പറഞ്ഞു. ഈ ആയത്തിന്റെ അവസാനത്തിലേക്ക് പഠിച്ചും പറയാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ എണ്ണക്ക് പൂർത്തിയാക്കി 29 അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെരുന്നാളുണ്ടെന്ന് നമ്മൾ എന്താണ് ചൊല്ലുക? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ ചെല്ലും, ഗംഭീരമായിട്ട് നമ്മൾ ചെല്ലും. പക്ഷെ നമ്മൾ ആലോചിച്ച് വെക്കുക, ആ 30 ദിവസം 29 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അന്നത് ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡിൽ അള്ളാഹ് വലിയവനാണ് എന്ന ബോധം പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ ആ വലിയ ബോധത്തിന്റെ ഉടമസ്ഥനായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ചെല്ലുന്നതാണ്. വലിതുകബ്ബിറുല്ലാഹ്. So now you can declare the perfection of Allah, the greatness of Allah. Allahu Akbar. മറ്റൊരു ഭംഗി ആലോചിച്ചൊക്കെ, നേരത്തെ തുടക്കത്തിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ആരാണ് ഖുർആൻ അവതരിച്ചത് എന്നിടത്ത് പഠിച്ചൊന്നും ചെയ്തിട്ടില്ല. അൻസൽ അള്ളാഹു, അള്ളാഹനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാൾ സഞ്ചരിച്ചിട്ട് ആ ആയത്തിന്റെ അവസാനത്തേക്ക് പ്രകീർത്തിക്കാൻ പറയുമ്പോൾ, പിന്നെ അള്ളാഹിനെ കുറിച്ചിട്ട് പറയാൻ പറയും പഠിച്ചൻ എന്ത് ചെയ്യാണ്? വലിതുകബ്ബിറു റബ്ബക്കുമല്ല, വലിതുകബ്ബിറു പിന്നെ എന്താ പറയാ വലിതുകബ്ബിറു റഹീം അല്ലെങ്കിൽ റഹ്മാൻ, ഇതൊന്നല്ല. പടച്ചോന്റെ പേരിൽ തന്നെ മുന്നിട്ട് നമ്മൾ പറയാണ് ഡിക്ലെയർ ദ പെർഫെക്ഷൻ, ഡിക്ലെയർ ദ ഗ്രേറ്റ്നെസ് ഓഫ് അല്ലാഹ്, വലിതുകബ്ബിറു അല്ലാഹ്. അത് നമ്മൾ എന്നാ പറയാ, അതായത് ഒരു മാസം ഇങ്ങനെ നമ്മൾ ആ റമദാനിലൂടെ ഖുർആനിലൂടെ ഇങ്ങനെ ബന്ധം സ്ഥാപിച്ച് പടച്ചോന്റെ ട്രെയിനിങ്ങിലൂടെ ഇങ്ങനെ കടന്നുപോയി ഒടുവിൽ നമുക്ക് എന്ത് ചെയ്യണം? യാ അല്ലാഹ്, ഇന്നൊരു വർത്താനം ഉണ്ടല്ലോ, ഒരു നെടുവീർപ്പിന്റെ, ഒരു ആശ്വാസത്തിന്റെ, ഒരു ആത്മവിശ്വാസത്തിന്റെ, ഒരു പ്രചോദനത്തിന്റെ വർത്താനം, വലിതുകബ്ബിറു അല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഖുർആനിലൂടെയുള്ള യാത്രയാകണം നമ്മുടേത്. അങ്ങനെയുള്ള ഒരു റമദാനിലൂടെയുള്ള യാത്രയാകണം നമ്മുടേത്. കാരണം പിന്നെ നമ്മൾ ഒരു സംശയമില്ല, പിന്നെ എന്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ? അള്ളാഹുവാണ് വരുന്നത്. ഞാൻ എത്ര ചെറുതാണ്, ഞാൻ തൊണ്ട വരണ്ട, പിന്നെ അന്നപാനീയങ്ങളും മറ്റൊക്കെ, പിന്നെ ഡിസൈറുള്ള ആഗ്രഹങ്ങളുള്ള വളരെ ദുർബലനായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അള്ളാഹു അക്ബർ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ. പിന്നെ നമ്മുടെ ഒരു മാറ്റം, ആ 30 ദിവസം 29 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവേണ്ട മാറ്റത്തിൽ ആത്മവിശ്വാസത്തോട് നമുക്കിത് പ്രഖ്യാപിക്കാൻ കഴിയണം. വലിതുകബ്ബിറുല്ലാഹ്. എല്ലാ പേരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചെല്ലുമ്പോൾ ഒരു ഒഴുക്കിന്റെ ചെല്ലലായിരിക്കരുത്. യഥാർത്ഥത്തിൽ നോമ്പ് ആഘോഷിച്ച ഒരാളുടെ മാറ്റത്തിൽ ഉണ്ടാവേണ്ട പ്രഖ്യാപനം. മാത്രല്ല പടച്ചൻ അവിടെ കൂട്ടിച്ചേർക്കുന്നത് എന്താ? അലാമ ഹദാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ട് കൂടിയാണ് നിങ്ങളെ ഹുദയിലേക്ക് നയിച്ചത്? ആലോചിക്കുക, എത്ര കൃത്യമാണ്. ഏതാണ് ആ ഹുദ? ആ ഹുദ ഈ മാസത്തിന്റെ തുടക്കത്തിലെ പ്രത്യേകതകൾ പറയുന്ന സമയത്ത് പടച്ചൻ പറഞ്ഞിട്ടുണ്ട് ഹുദൽ ലിന്നാസ്. ആലോചിക്കുക, കണക്ഷൻ ആലോചിക്കുക. ഷഹ്ർ റമളാൻ അത് ഖുറാന്റെ മാസമാണ്. ഖുറാൻ എന്ന് പറഞ്ഞാൽ ഹുദൽ ലിന്നാസാണ്. പക്ഷെ മാസത്തിന്റെ അവസാനം എത്തുമ്പോ, ഈ ആയത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയാണ് അല്ലാഹു അക്ബർ. എന്തിനാണ്? ഹുദൽ ലിന്നാസ് ആയിട്ടുള്ള ഹുദ എന്റെ ജീവിതത്തിലേക്കും കൂടി മാറ്റി പടച്ചവനെ നീ എനിക്ക് നൽകിയതിന് അലാമ ഹദാക്കും, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹ്ക്ക് അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. നമ്മൾ നിരന്തരം ചോദിക്കുന്നത് എന്തിനാ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹയിൽ നമ്മൾ നിരന്തരം ചോദിക്കുക, അള്ളാഹു എനിക്ക് ഇഹ്ദിന, നേർമാർഗം, ഹുദ നൽകണമേ. പക്ഷെ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പടച്ചോൻ അത് പറഞ്ഞു, ദാലിക്കൽ കിതാബ്, ആ കിതാബ് ഉണ്ടല്ലോ അത് ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദയാകുന്നു തഖ്വ പുലർത്തുന്ന ആളുകൾക്ക്. അതിന്റെ കുറച്ചും കൂടി മറ്റൊരു അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലൈഫിലൂടെ പോയൊരു അനുഭവം ആണ് ആക്ച്വലി റമദാനിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പടച്ചോൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റമദാൻ എന്നാൽ ഖുർആന്റെ മാസമാണ്. അതെന്താണ്? ഹുദയാണ് ഖുർആൻ. ഇപ്പൊ നമ്മൾ ആ നോമ്പിന്റെ അവസാനം, ആയത്തിന്റെ അവസാനത്തിലൂടെ ഇങ്ങനെ എത്തുമ്പോൾ പടച്ചോനത് പ്രഖ്യാപിക്കാൻ പറയാം, വലിതുകബ്ബിറുല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയണം. എന്തിന്? അലാമ ഹദാക്കും, നിന്റെ ജീവിതത്തിൽ ഖുർആൻ എന്ന ഹുദ നിനക്ക് നൽകിയതിന്. മാത്രല്ല വലഅല്ലക്കും തഷ്കുറൂൻ, നീ അതിന് നന്ദിയുള്ളവനാകണം. എന്തിന്? റമദാൻ എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നതിന്, ഖുർആൻ എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തന്നതിന് നമ്മൾ അതിനാണ് നന്ദിയുള്ളവരാണ്. നമ്മൾ ആലോചിച്ച്, ഖുർആൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ?
ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ട് ഇന്ന അൻസൽനാഹു അൻസല അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഫീ ലൈലത്തുൽ ഖദർ. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റി വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ലഅല്ലക്കും തഷ്കുറൂൻ. എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നത് റമളാനിനെ കൃത്യമായിട്ട് ഖുർആന്റെ അവതരണമാണ് എന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ പടച്ചോനെ ശുക്രല്ല ശുക്രല്ലക് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നന്ദി പറയാൻ സാധിക്കണം. ഇതാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത് അവിടെ പറയണത്. ഇത് തന്നെ പിന്നെ മുഫസ്സിറുകൾ പറയുന്ന പോലെ ഈ ആയത്ത് അവതരിക്കുമ്പോൾ ശരിക്കും ആലോചിക്കാം. ഈ ആയത്ത് അവതരിക്കുമ്പോൾ പിന്നെ മദീന കാലഘട്ടത്തില് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്കറിയാം ഖുർആൻ എന്താണെന്ന് അറിയാം അല്ലെ. അവർക്ക് അവരുടെ മുന്നിൽ അൽ ഖുർആൻ ഹുദൽ ലിന്നാസാണ്. അങ്ങനെ ജീവിതത്തിൽ വഴിത്തിരിവ് ജീവിതത്തിൽ അങ്ങനെ മാറ്റങ്ങൾ പിന്നെ കാണിച്ചു തന്ന സഹാബിമാരോട് കുറച്ചും പറഞ്ഞത് ഹുദൽ ലിന്നാസ്. ഇതിന്റെ ആവശ്യമുണ്ടോ? അവർക്കത് ഓൾറെഡി അറിയുന്ന സംഗതിയല്ലേ. അപ്പൊ ബയ്യിനാത്തും മിനൽ ഹുദ, ഖുർആനിൽ തന്നെ കുറെ എവിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന സംഗതിയല്ലേ. വൽ ഫുർഖാൻ, അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. സത്യത്തെയും അസത്യത്തെയും ഒക്കെ വേർതിരിക്കാൻ ഖുർആന് കഴിയും, നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു എന്നല്ല സഹാബിമാരെ സ്വാഭാവികമായിട്ട് പറയേണ്ടത്. പക്ഷെ അവരുടെ അപ്രോച്ച് എന്താ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സംഗതി. അതിൽ ഏറ്റവും കോറായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്ന സമയമാണ് റമദാൻ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഫാത്തിഹയൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് പഠിക്കുന്നു. അതൊന്നും ഇപ്പൊ പുതിയതായിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഓരോ തവണ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോഴും പുതിയ പുതിയ ചിന്തകളാണ് നമുക്ക് നൽകേണ്ടത്. ഈ ആയത്ത് നമ്മൾ എല്ലാ ഖത്മുൽ ഖുർആനിലൂടെ അല്ലെങ്കിൽ ബഖറ പഠിക്കുമ്പോൾ നമ്മൾ ഓതുന്ന ആയത്താണ്. ഈ ആയത്ത് നമുക്ക് ഉണ്ടാക്കേണ്ട ചിന്തകൾ ഓരോ തവണയും പുതിയതാണ്. അത് ഉണ്ടാക്കേണ്ട പ്രചോദനം പുതിയതാണ്. അതാണ് ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ. അതിൽ നിന്ന് പുതിയ പുതിയ തെളിവുകൾ പിന്നെന്താ പറയാ അത്ഭുതങ്ങൾ നമ്മൾ കാണാം. അപ്പൊ ഇത് പണ്ടേ നമ്മൾ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനെ സമീപിക്കരുത്. നേരത്തെ കടലിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഓരോ തവണയും പുതിയ പുതിയ ജലത്തുള്ളികളും പവഴയങ്ങളും മുത്തുകളാണ് നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് വാരാൻ കഴിയുക. വല അല്ലക്കും തഷ്കുർ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ആയത്തിലേക്ക് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇനി പ്രവാചകരെ, താങ്കളോട് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാം, ഞാൻ അവരുടെ അടുത്തുണ്ട്. നിങ്ങൾ ആലോചിക്കുക, റമളാനിനോട് ചേർത്ത് വെച്ചിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഖുർആന്റെ മാസത്തോട് ചേർത്ത് വെച്ചിട്ടാണ് പടച്ചോന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് പിന്നെ ഉജീബ് ദഅവത്ത് ദാഇ ഇദാ ദഅൻ. അവരെന്നെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അവരെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവർക്ക് ഉത്തരം നൽകും. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ റമളാനോട് ചേർത്തിട്ട് ഈ ഒരു ആയത്ത് വരുന്നത് നമുക്ക് നമ്മുടെ ചിന്തയിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഇത് പടച്ചോൻ ക്രമീകരിച്ചൊരു ഓർഡറാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, തൊട്ടുമ്പത്തെ ആയത്തിൽ റമളാൻ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ കുറെ സംഗതികൾ ഇങ്ങോട്ടേക്ക് പഠിപ്പിച്ചതാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, റമളാൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. നിങ്ങൾ സാക്ഷിയാണെങ്കിൽ നോമ്പെടുക്കാം, നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് പ്രയാസമല്ല, നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ അത് നോറ്റുവിട്ട, പിന്നെ നിങ്ങൾ അതിന് ഗ്രേറ്റ്നെസ് തക്ബീർ ചൊല്ലുക, നന്ദിയുള്ളവരാ ഒക്കെ പടച്ചോൻ ഇങ്ങോട്ടേക്കാ പറയുന്നത്. ഇനി ആരാണ് അങ്ങോട്ടേക്ക് പറയേണ്ടത്? നമ്മളാണ്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് സംസാരിക്കുന്ന സമയമാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് റമളാൻ. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ കുറെ സംസാരിക്കും, നമ്മളത് അങ്ങനെ കേൾക്കും ഖുർആനിലൂടെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നമ്മളോട് ഇങ്ങോട്ടേക്കുള്ള സംസാരമാണ്. പക്ഷെ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് സംസാരിക്കുന്നത് എപ്പോഴാണ്? നമസ്കാരത്തിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന രീതിയാണ്. ആ കണക്ഷൻ അങ്ങനെയാണ് കംപ്ലീറ്റ് ആവുക. ഒരാൾ നമ്മളോട് ഇങ്ങോട്ടേക്ക് സംസാരിക്കുമ്പോൾ മാത്രമല്ലല്ലോ അതിന് പെർഫെക്റ്റ് കംപ്ലീഷൻ വരിക. അത് കംപ്ലീഷൻ ആവലപ്പോഴാണ് നമ്മുടെ ഉത്തരം അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ്. ഫാത്തിഹന്റെ അടുത്ത് നോക്കുക. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഓക്കെ, അതൊക്കെ നമ്മളിങ്ങനെ കേട്ടു, പടച്ചോൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നമ്മൾ അങ്ങോട്ടേക്ക് സംസാരിക്കണം. അപ്പോഴാണ് ആ ഫാത്തിഹ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അള്ളാന്റെ സംസാരം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ ആ കമ്മ്യൂണിക്കേഷൻ എത്രയും പിന്നെ ഗംഭീരമായിട്ട് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് സംസാരിച്ചു തുടങ്ങണം. അതിന്റെ ഏറ്റവും മികച്ച അവസരമുള്ള ഒരു മാസമാണ് റമദാൻ വരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ പടച്ചോനോട് പറയാണ്, പടച്ചോന് ഉപയോഗിച്ച് പറഞ്ഞു നോക്കിയേ, ഇബാദി എന്റെ അടിമ. പ്രവാചകരെ, നിന്നോട് എന്റെ അടിമ. ആ അബ്ദ് ആരാണ്? നമ്മളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വിളിയാട്ടോ അബ്ദ് എന്നുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആന്റെ അബ്ദ് എന്ന പദം മാത്രം പഠിച്ചു വെക്കുക. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് അല്ലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇത് നേരത്തെ പ്രവാചകനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ നമ്മൾ പഠിച്ചല്ലോ, പിന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. പക്ഷേ ആദ്യം എന്റെ അടിമകളെ വിളിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർക്കാം.
എന്നിട്ടാണ് ഫദ്ഖുലു ഫീ ജന്നത്തി, സ്വർഗത്തിലേക്ക് കടത്തുക. അപ്പൊ അബ്ദ് എന്നുള്ളത് പടച്ചവന് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പദമാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം യാ ഹസ്രത്തൻ അലൽ ഇബാദ്. പടച്ചവന് പലപ്പോഴും സ്നേഹം കൊണ്ട് നമ്മളോടൊരു സാമീപ്യം കൊണ്ട് വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് അബ്ദ് എന്നുള്ളത്. അവിടെ തന്നെ ഇവിടെ വിളിച്ചത് എന്റെ അടിമ, മുളാഫിൻ ഇലൈഹിയാണ്, വളരെ ചേർത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പടച്ചവൻ പിന്നെ തുടർന്ന് പറയുന്നത് ഇന്നി ഖരീബ്, എന്റെ അടിമ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പടച്ചവനോട് ചേർന്നിട്ടാണ് ഉണ്ടാവേണ്ടത്. വീണ്ടും പടച്ചവൻ പറയാണ് ഖരീബ്, ഞാൻ അത്രയും അടുത്താട്ടോ നിങ്ങളോടുള്ളത് എന്ന് പടച്ചവൻ പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ പടച്ചവൻ നമ്മളോട് സംസാരിച്ചതുപോലെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി വേഗത്തിലേക്ക് പോവാം. ഈ ആയത്ത് മൊത്തത്തിൽ എടുത്തു നോക്കാം. പടച്ചവൻ എത്രമാത്രം നമ്മളുടെ അടുത്ത് നിന്നുള്ള തിരിച്ചുള്ള സംസാരം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ ആയത്തിന്റെ ഘടന നമുക്ക് പറഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരായത്ത് ഇവിടെ ഈ ആയത്ത് മാത്രം നമ്മൾ എടുത്തു നോക്കുക. വൈദാസ അലക ഇബാദി, എന്റെ അടിമ, അന്നി, എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്നി, തീർച്ചയായും ഞാൻ ഏറ്റവും അടുത്തുണ്ട്, ഉജീബു, ഞാൻ ഉത്തരം നൽകും, ദഅവത്ത ദാഇ, അവന്റെ വിളിക്ക്, ഇദാ ദആനി, അവൻ എന്നെ വിളിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഫല്യസ്തജീബൂലി, അവൻ എനിക്ക് എന്ത് ചെയ്യട്ടെ? ഉത്തരം നൽകിക്കൊള്ളട്ടെ. വൽയുമിനൂബി, അവൻ എനിക്ക് അല്ലെങ്കിൽ എന്നിൽ എന്ത് ചെയ്യട്ടെ? വിശ്വസിച്ചുകൊള്ളട്ടെ. പടച്ചോനെ തന്നെ എന്നെ കുറിച്ച്, ഞാൻ, എന്നെ, എനിക്ക്, എന്നിൽ എന്നിങ്ങനെ പറയുമ്പോ ഇതാരോടെ പറയണത്? നമ്മളോടാണ്. പടച്ചോൻ അത്ര എത്ര തവണയാണ് ഞാൻ എന്ന അള്ളാഹുവിനെ പടച്ചോൻ ഫോക്കസ് ചെയ്തിട്ട് ഈ ആയത്തിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ആവർത്തനം എന്നുള്ളത്. ഇനിയും നമ്മൾ അള്ളാഹിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല എന്ന് പടച്ചോൻ ചോദിക്കുകയാണ്. ഇതാണ് പടച്ചോൻ നമ്മോട് ചോദിക്കുന്നത്. ഇവിടെ വളരെ ഇതിലൊരു പദം എടുത്തു നോക്കുക, മുഫസ്സിറുകൾക്ക് വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. ഇതാ സഅല, അവനൊന്ന് ചോദിച്ചാൽ മതി. അതായത് ഇതാ വെനവർ, അവന് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതി. എന്ത്? എന്നെ കുറിച്ച്, എന്നോട്, അല്ലെങ്കിൽ അവനെന്നൊന്ന് വിളിച്ചാൽ മതി. നമ്മൾ കുറെ പാപമോചന പ്രാർത്ഥനയും മറ്റേതൊന്നും ആക്ച്വലി പടച്ചോന് ഉദ്ദേശിക്കുന്നത്. പടച്ചോന് നമ്മളൊന്ന് അള്ളാഹ് എന്ന് വിളിച്ചാൽ തന്നെ മതി. എത്ര സന്തോഷമായിരിക്കും പടച്ചോന് ഉണ്ടാവുക. അതും നമ്മൾ ഒരുപക്ഷെ ഒരുപാട് തിന്മയുടെ അല്ലെ, യാ ഇബാദി, പിന്നെ യാ ഇബാദി അല്ലെങ്കിൽ അസ്റഫു അലാ അൻഫുസിഹിം, ഒരുപാട് അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. ഇസ്രാഫിന്റെ ഒക്കെ അതിര് കവിച്ചലിന്റെ അധാർമികതയുടെ ഒക്കെ എത്രയോ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങേ അറ്റത്തെ തിന്മയുടെ വക്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാ? ഇതാ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അള്ളാ ഇതാ ദാൻ എന്നൊന്ന് വിളിച്ചാൽ മതി. പടച്ചോൻ പറയാണ് അങ്ങനത്തെ ഒരു വിളി തന്നെ മതി, ഞാൻ നിങ്ങളുടെ അത്ര അടുത്തെത്താൻ വേണ്ടി. ആ അർത്ഥത്തിൽ റമദാനിനോട് ചേർത്ത് വെച്ചിട്ട് ഇത് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മളോടുള്ള തിരിച്ച് നമ്മൾ അള്ളാഹിനോട് സംസാരിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, സമയ പരിമിതി പോലെ ഞാൻ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ആയത്തിലൂടെ നമ്മളെ ഏറ്റവും പഠിപ്പിക്കുന്ന സുപ്രധാനപ്പെട്ട സംഗതി, റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആന്റെ ആഘോഷമാണ്. ഖുർആനിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഖുർആനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഖുർആനിനെ മുഖ്യ പ്രമേയമാക്കിക്കൊണ്ട് നമ്മൾ അതിന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പടച്ചോൻ അതിന്റെ എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈകളിലാണ്. ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 3 ആയത്തിന്റെ അല്ലെങ്കിൽ ഈ 3 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 ആയത്തുകളുടെ അവസാനം നോക്കാം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. നോമ്പിന് മുൻനിർത്തി പറഞ്ഞതാ. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. റമളാനിനെയും ഖുർആനിനെയും മുൻനിർത്തി പറഞ്ഞതാ. ലഅല്ലഹും യർശുദൂൻ, നിങ്ങൾ സന്മാർഗത്തിലായേക്കാം. പ്രാർത്ഥനയെ, അള്ളാഹുവായിട്ടുള്ള സംസാരത്തെ മുൻനിർത്തി പറഞ്ഞതാ. പക്ഷെ 3 സ്ഥലത്ത് പടച്ചോൻ ലി തത്തഖൂൻ, ലി തഷ്കുറൂൻ, ലി യർശുദൂൻ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നോമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് റമളാനും ഖുർആനും, അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നല്ല പടച്ചോൻ പറഞ്ഞത്. ലഅല്ലക്കും, ഒരു പക്ഷെ നിങ്ങളായേക്കാം, തഖ്വയുള്ളവരായേക്കാം നോമ്പ് വഴി. ലഅല്ലക്കും തഷ്കുറൂൻ, റമളാൻ വഴി ഖുർആൻ വഴി നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായേക്കാം. ലഅല്ലഹും യർശുദൂൻ, പ്രാർത്ഥന വഴി നമ്മൾ അല്ലെങ്കിൽ അവർ സന്മാർഗത്തിനായേക്കാം. ഇത് നമ്മുടെ കൈകളിലേക്ക് പടച്ചോൻ തന്നു. അതായത് ലഅല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ, പെർഹാപ്സ്, മേ ബി. അപ്പൊ പിന്നെ ഇത് ആരുടെ കൈകളിലാണ്? നമ്മുടെ കൈകളിലാണ്. നമ്മൾ അങ്ങനെ ആവണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നോമ്പിലൂടെ എന്റെ ജീവിതത്തിൽ തഖ്വ വരണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് ആ ഓപ്ഷൻ നമ്മുടെ കൈകളിലാണ്. റമളാനിലൂടെ ഖുർആനിലൂടെ ഞാൻ അള്ളാഹ്ക്ക് നന്ദി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹിനോട് സംസാരിക്കുന്നതിലൂടെ ഞാൻ സന്മാർഗത്തിലേക്ക് നടക്കണോ വേണ്ടയോ, അതായത് ആ സംസാരം ഒഴിവാക്കണേ പിന്നെ ഉറപ്പാണ് എനിക്ക് അങ്ങനെ ഒരു റുഷ്ത് കിട്ടൂല പിന്നെ. പക്ഷെ അങ്ങനെ ആവണം എന്നുള്ളത്, നോമ്പിലൂടെ ശുക്ർ ചെയ്യുന്നവരാവണം എന്നുള്ളത്, ഖുർആൻ അവതരിച്ചതിന് നന്ദി പറയണമെന്നാവും, അങ്ങനെ ഒരാളാവണം എന്നുള്ളത്, സിയാമിലൂടെ തഖ്വ കൈവരിക്കുന്ന ഒരാൾ ആവണമെന്ന്, അങ്ങനെ ആയി മാറിത്തീരണം എന്നുള്ളത്
നമ്മുടെ നിശ്ചയദാർഢ്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. ആ ഓപ്ഷൻ പടച്ചവൻ, അതുകൊണ്ടാണ് ലഅല്ലക്കും ഒരു പക്ഷേ എന്ന് പറഞ്ഞത്, മേ ബി. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ചില ആളുകൾ എന്ത് ചെയ്യും, നോമ്പ് കഴിഞ്ഞിട്ടും നരകാവാസികളായി തീരുന്നുണ്ട്, ചില ആളുകൾ നോമ്പ് വഴി സ്വർഗത്തിലേക്ക് തീരുന്നുണ്ട്. ഈ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചിരുന്ന സംഗതിയാണ്. ഇത് നമ്മുടെ മുന്നിൽ പഠിച്ചു കിട്ടുന്ന ഓപ്ഷനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ റുഷ്ദ് എന്ന പദം കേട്ടപ്പോൾ ഒരു ഒറ്റ സംഗതി കൂടി ഓർമ്മ വന്നിട്ടുണ്ട്, അത് പങ്കുവച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ജിന്ന് സമൂഹം അങ്ങനെ ഒരു കണക്ഷനും കൂടി ഖുർആനിലുണ്ട്. ജിന്ന് സമൂഹം ഖുർആനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ പറഞ്ഞത് അതൊരു അത്ഭുതമാട്ടോ, ഇന്നാ സമിഅനാ ഖുർആന അജബ. ആ അത്ഭുതത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് അവർ പറഞ്ഞത് എന്താ, യഹ്ദി ഇല റുഷ്ദ്. അതെന്താണ്? ഹുദ നൽകാണ് റുഷ്ദിലേക്ക്. ആ ഹുദയും ആ റുഷ്ദ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗതികളിടയിൽ നേരത്തെ പറഞ്ഞ ഖിയാമുൽ ലൈലും തഹജ്ജുദും നോമ്പ് തുറയും മത്തായും ഇത്തികാഫും പ്രാർത്ഥനയും ദാനധർമ്മത്തിന്റെ ഇടയിൽ ഖുർആനിനെയും കൂടി അങ്ങനെയാണ് നമ്മൾ ഖുർആനെ റമദാനിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈത്തിക്കാഫ് ഉണ്ടാവില്ല. റമദാൻ കഴിഞ്ഞാലുള്ള അവസ്ഥ ഈത്തിക്കാഫോ നോമ്പ് തുറയോ അത്തായമോ ഖിയാമുൽ ലൈൽ ഇതൊക്കെ കുറയും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവസാനിക്കും. അതിന്റെ കൂടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഖുർആനും നമ്മൾ ഇതിനെ അവസാനിക്കും. പക്ഷെ അങ്ങനെയാവരുത്. റമദാനിൽ ഏറ്റവും ഫോക്കസ് ആയിട്ട് അള്ളാഹു എങ്ങനെയാണ് റമദാനെ പരിചയപ്പെടുത്തിയത്, അത് ഖുർആനിലൂടെയാണ്. ഖുർആൻ അവതരിച്ചതിന്റെ ആഘോഷമാണ് അത്. ഹുദൽ ലിന്നാസായിട്ടുള്ള ബയ്യിനാത്തും മിനൽ ഹുദയായിട്ടുള്ള വൽ ഫുർഖാനായിട്ടുള്ള ഇത് വഴിത്തിരിവിന്റെ മാസമാണ്. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ നമ്മൾ കാണുന്നതെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവസാനിച്ചോട്ടെ, പ്രശ്നമില്ല. അവിടെ ബാക്കി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ? ഖുർആൻ ബാക്കി ഉണ്ടാവും. ആ അർത്ഥത്തിൽ ഖുർആനിനെ കേന്ദ്രീകരിച്ചിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ പർച്ചേസ് ഒക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കും, വീടിന് ഒരുക്കുന്നുണ്ടാവും, പിന്നെ പള്ളികൾ ഒരുക്കുന്നുണ്ടാവും, എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ റമദാനിൽ ഏത് സൂറത്ത് പഠിക്കണം ചിലപ്പോൾ നമ്മൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. റമദാനിൽ നമ്മുടെ ഖുർആന്റെ പാരായണത്തിന്റെ പഠനത്തിന്റെ അർത്ഥപഠനത്തിന്റെ വ്യാഖ്യാന പഠനത്തിന്റെ സമയക്രമീകരണം നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ പ്രിപ്പറേഷൻ ആയിരിക്കട്ടെ നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ സാക്ഷി പറയുന്ന, ഖുർആൻ സാക്ഷി പറയുന്ന ഒരു പുണ്യമാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിൽ പഠിച്ചു മാറ്റി തീർക്കുമാറാവട്ടെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലോകത്തിന്റെ വഴിത്തിരിവായിട്ടുള്ള ഒരു ദിനരാത്രമാണ് റമദാനിൽ വരാൻ പോകുന്നത്. ആ വഴിത്തിരിവിന് കാരണം നോ ഡൗട്ട് അത് ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് എന്ത് ചെയ്യട്ടെ, പടച്ചു മാറ്റി തീർക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ ഹകീം വനഫഅനി വഇയ്യാകും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം. അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.